നമസ്കാരം. ഞാൻ ഡോക്ടർ ടി.എൻ. സുധാകരൻ നായർ, പ്രണവം ഹോസ്പിറ്റൽ കൊല്ലൂർ. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആരോഗ്യസംബന്ധമായ വിഷയങ്ങളെപ്പറ്റി ചെറിയ ചെറിയ പ്രഭാഷണങ്ങൾ പോലെയുള്ള വീഡിയോസ് ഇടാറുണ്ട്. അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയും എന്നെ കാണാൻ വരുന്ന പേഷ്യൻസിന് വേണ്ടിയും മെഡിക്കൽപരമായ പാരാമെഡിക്കൽ സ്റ്റുഡൻസിനുമൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ മലയാളത്തിലാണ് പറയുന്നത്. കഴിവതും സാങ്കേതിക പദങ്ങൾ ഒഴിവാക്കി എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. 285 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇന്നിടുന്നത് 286. അപ്പം ഇപ്പോൾ 2-3 ദിവസങ്ങളായി ഞാൻ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് ഇതെല്ലാം ഇട്ടു. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പം ഹാർട്ട് ഫെയിലിയറിനെ പറ്റി ഇടാമെന്ന് വിചാരിച്ചു. അത് റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ, അതായത് കോർ പൾമണലിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഇടുന്നത്. കോർ പൾമണലിൽ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആണ്. ഹാർട്ട് ഡിസീസുള്ള പേഷ്യൻ്റെയൊക്കെ അവസാനം ഈ COPD, ലങ് ഡിസീസ് ഒക്കെ ഉള്ള ആളുകൾക്ക് വരുന്ന ഒരു അസുഖമാണ് കോർ പൾമണൽ. അതായത് ലങ്സിൻ്റെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന ഹാർട്ട് ഫെയിലിയറിനെയാണ് കോർ പൾമണൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലാണ് ഇന്ന് കിടക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കോർ പൾമണൽ, അതായത് നമുക്ക് ഹൃദയത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോസിലും ഇട്ടിട്ടുണ്ട്. ഹൃദയത്തിന് 4 ചേമ്പറുണ്ട്, റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ളത് ഇംപ്യൂർ ബ്ലഡ്, അശുദ്ധരക്തവും, ലെഫ്റ്റ് സൈഡിലുള്ളത് പ്യുവർ അല്ലെങ്കിൽ ശുദ്ധരക്തവുമാണ്. റൈറ്റ് വെൻട്രിക്കിൾ, അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി വഴി നേരെ ശ്വാസകോശത്തിലോട്ടാണ് രക്തം പോകുന്നത് ശുദ്ധീകരിക്കപ്പെടാൻ. ശ്വാസകോശത്തിനകത്ത് ഓക്സിജൻ എക്സ്ചേഞ്ച് നടന്നതിന് ശേഷം പൾമണറി വെയിൻ വഴി അത് ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്നിട്ട് അവിടുത്തെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വന്ന് അവിടുന്ന് അയോട്ട വഴി ശരീരത്തിൻ്റെ നാനാഭാഗത്തും പോയി. ഇതാണ് കാർഡിയാക് സൈക്കിൾ. അപ്പം ഈ ഇവിടുന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് രക്തം പൾമണറി ആർട്ടറി വഴി ശ്വാസകോശത്തിലോട്ട് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും തടസ്സം നേരിടുകയോ അല്ലെങ്കിൽ പൾമണറി ആർട്ടറിക്കകത്തുള്ള പ്രഷർ കൂടുകയോ അവിടെ റെസിസ്റ്റൻസ്, അതായത് രക്തത്തിന് അങ്ങോട്ട് പോകാനുള്ള തടസ്സം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ഈ റൈറ്റ് വെൻട്രിക്കിളിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുകയും അത് വലുതാവുകയും ആ റൈറ്റ് വെൻട്രിക്കിളിൽ എൻലാർജ് ചെയ്ത് വലുതാവുകയും പിന്നീട് എക്സ്പാൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണ് ഈ കോർ പൾമണൽ. അതായത് എൻലാർജ്മെൻ്റ് ഓഫ് ദ വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ. എന്നുവെച്ചാൽ റൈറ്റ് വെൻട്രിക്കിൾ വലുതാവുക. സെക്കൻഡറി ടു ഡിസീസ് ഓഫ് ലങ്, അതായത് ലങ് ഡിസീസ്, ലങ്ങോ ലങ് ടിഷ്യൂവോ അല്ലെങ്കിൽ ഈ പൾമണറി ആർട്ടറി വെസൽസ് ഉള്ള തകരാറ് കൊണ്ട് റൈറ്റ് വെൻട്രിക്കിളിനകത്ത് ഫെയിലിയർ ഉണ്ടാകുന്നതിനാണ് നമ്മൾ കോർ പൾമണൽ എന്ന് പറയുന്നത്. ഇനി വേറെ ചില കാരണങ്ങൾ കൊണ്ടും റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി വരും. അതിന് നമ്മൾ പെടുത്തത്തില്ല. ഉദാഹരണം, റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ സെക്കൻഡറി ടു ലെഫ്റ്റ് സൈഡ് ഫെയിലിയർ, അതായത് 2 സൈഡിലും ഫെയിലിയർ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലും ഫെയിലിയർ ഉണ്ട്, 2 സൈഡിലും ഫെയിലിയർ ഉണ്ട്. കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ ഉണ്ട്, വാൽവുലാർ ഹാർട്ട് ഡിസീസ്, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, ഇതിൻ്റെയൊക്കെ പരമായിട്ടുള്ള ഹാർട്ട് ഫെയിലിയറിന് നമ്മൾ അതിനകത്ത് റൈറ്റ് വെൻട്രിക്കിളിൽ ഫെയിലിയർ വന്നാൽ നമ്മളിത് കോർ പൾമണൽ എന്ന് പറയത്തില്ല. അപ്പോൾ കോർ പൾമണൽ എന്ന് പറയണമെങ്കിൽ ശ്വാസകോശവും പൾമണറി ആർട്ടറിയിലുള്ള പ്രഷർ കൂടുകയും ശ്വാസകോശ സംബന്ധമായ അസുഖം, ഉദാഹരണം COPD അങ്ങനെയുള്ള അസുഖം കൊണ്ട് ഉണ്ടാകുന്ന ഹാർട്ട് ഫെയിലിയറിനെയാണ് നമ്മൾ കോർ പൾമണൽ എന്ന് പറയുന്നത്. അത് തന്നെ 2 തരത്തിലുണ്ട്. അക്യൂട്ട് കോർ പൾമണലുമുണ്ട്, ക്രോണിക് കോർ പൾമണൽ. നമ്മൾ ക്രോണിക്കിനെ പറ്റിയാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാം. അതായത് പൾമണറി എംബോളിസം എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ക്ലോട്ട്സ് എന്തെങ്കിലും ചെന്ന് പൾമണറി ആർട്ടറിക്കകത്ത് അതിൻ്റെ വെസൽസിനകത്ത് ഇത് തടസ്സം സൃഷ്ടിച്ച് പൾമണറി ഫങ്ഷൻ ശരിയാവാത്ത രീതിയിൽ അക്യൂട്ട് പൾമണറി എംബോളിസം ഉണ്ട്, മാസീവ് പൾമണറി എംബോളിസം. അങ്ങനെ വന്നാൽ ഉണ്ടാകുന്നതാണ് അക്യൂട്ട് കോർ പൾമണൽ. അത് റെയറാണ്. അപ്പോൾ ഞാനിന്നിവിടെ പരാമർശിക്കാൻ പോകുന്നത് ക്രോണിക് കോർ പൾമണലാണ്. അപ്പോൾ ഇവിടുത്തെ കാരണങ്ങളെന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞാൽ വലുതാവുക, ഡയലറ്റേഷൻ എന്ന് വെച്ചാൽ വികസിക്കുക. റൈറ്റ് വെൻട്രിക്കിൾ വലുതാവുകയും വികസിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ഡ്യൂ ടു പൾമണറി ഹൈപ്പർ ടെൻഷൻ. പൾമണറി ആർട്ടറിയിലുള്ള പ്രഷർ സാധാരണഗതിയിൽ 10 to 20 millimeters ഓഫ് മെർക്കുറിയാണുള്ളത്. നമുക്കറിയാം സിസ്റ്റമിക് സർക്കുലേഷനിലെ ബ്ലഡ് പ്രഷർ 120/8, 120/80 ആകുമ്പോൾ ഇത് 10 to 20 millimeters ഓഫ് മെർക്കുറിയുള്ളൂ പൾമണറി ആർട്ടറി. അത് ഒരുപാട് കൂടുമ്പോൾ ഈ റൈറ്റ് വെൻട്രിക്കിളിന് കൂടുതൽ ഫോഴ്സിൽ പമ്പ് ചെയ്യേണ്ടി വരും. അപ്പം റൈറ്റ് വെൻട്രിക്കിൾ കൂടുതൽ വലുതാവും, അപ്പോൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും. അതാണ് കാരണം. പിന്നീട്
അതായത് അപ്പോൾ പൾമണറി ഇപ്പോൾ ലങ്സിനകത്ത് കുഴപ്പം കാണാം, പൾമണറി വെസൽസിനകത്ത് കുഴപ്പം കാണാം, അല്ലെങ്കിൽ പൾമണറി ബ്ലഡ് വെസൽസിനകത്ത്, അതായത് പൾമണറി ആർട്ടറിക്കകത്തും കുഴപ്പം കാണാം. പൾമണറി ആർട്ടറി തൊട്ട് പൾമണറി ആർട്ടറിയുടെ തുടക്കം തൊട്ട് പൾമണറി വെയിനിൽ പോകുന്നത് വരെയുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ടെർമിനേഷൻ ഓഫ് പൾമണറി വെയിൻ ഇതുവരെയുള്ള എവിടെയെങ്കിലും ആ പൾമണറി സർക്കുലേഷനിൽ എവിടെയെങ്കിലും തടസ്സം നേരിടുക ചെയ്യുമ്പോഴാണ് പ്രഷർ കൂടുന്നത്. പൾമണറി ആർട്ടറി പ്രഷർ നോർമലായിട്ട് 10 to 20 millimeters മെർക്കുറിയാണ്. അപ്പോൾ ഇനി മാത്രമല്ല, ഈ ലങ്സിന് 2 ബ്ലഡ് സപ്ലൈ ഉണ്ട്. ശരിക്കും ഈ ഇമ്പ്യൂർ ബ്ലഡ് ലങ്സിൽ ചെല്ലുന്നത് എന്തെന്ന് വെച്ചാൽ ലങ്സ് ഓക്സിജൻ സാച്ചുറേഷൻ ശുദ്ധീകരിക്കാനാണ്. ലങ്ങിൻ്റെ സ്വന്തം ആവശ്യത്തിന് നമുക്ക് രക്തം വേണം. അത് ബ്രേക്കിയൽ ആർട്ടറി, അത് അയോർട്ടയുടെ ബ്രാഞ്ചസാണ്. ബ്രേക്കിയൽ ആർട്ടറി വഴി ബ്രോങ്കിയൽ ആർട്ടറീസ് വഴിയുള്ള രക്തഓട്ടം ആർട്ടീരിയൽ ബ്ലഡ് കിട്ടുന്നുണ്ട് ലങ്സിന്. അതിൽ നിന്നാണ് ലങ്സിന് ആവശ്യമുള്ള ഓക്സിജൻ എടുക്കുന്നത്. ഈ വീനസ് ബ്ലഡ് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഈ പൾമണറി ആർട്ടറി പിന്നീട് വെച്ചിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ പൾമണറി ഹൈപ്പർടെൻഷൻ ഉണ്ടാകുന്നതിൻ്റെ അല്പ ഡീറ്റെയിൽസിലോട്ട് ഞാൻ കടക്കുകയാണ്. അതിൽ ആദ്യമായിട്ടുള്ള കാരണം ഹൈപ്പോക്സിയ എന്ന് വെച്ചാൽ ഓക്സിജൻ സാച്ചുറേഷൻ കുറയുക. ഉദാഹരണം, ഹൈ ആൾട്ടിറ്റ്യൂഡ്, നമ്മൾ ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു ഏറ്റവും പൊക്കത്തിൽ പറക്കുന്ന ഒരു പ്ലെയിനിലൊക്കെ നമ്മൾ അപാരമായ ആൾട്ടിറ്റ്യൂഡിൽ പോയി, ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ വളരെ പൊക്കത്തിൽ പോകുമ്പോൾ ഓക്സിജൻ സാച്ചുറേഷൻ കുറവായിരിക്കും. അപ്പോൾ പൾമണറി പ്രഷർ കുറയും. 2, ഈ ലങ്സിനകത്ത് എംഫൈസീമ എന്ന് പറഞ്ഞാൽ ഈ ക്രോണിക് ആസ്മയൊക്കെ വന്നതിന് ശേഷം ഈ ലങ്സിനകത്ത് ശ്വാസം ഈ ഓക്സിജൻ നമ്മൾ ഇൻസ്പിറേറ്റ് ചെയ്യുന്ന, അതായത് അകത്തോട്ട് വലിക്കുന്ന ഓക്സിജൻ അതിനകത്ത് കെട്ടി നിൽക്കുകയും പുറത്തോട്ട് അതിൻ്റെ പകുതിയെ പോകത്തുള്ളൂ. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ കൂടുതലും ലങ്സിനകത്ത് തന്നെ നിൽക്കും, തിരിച്ചു പോകുന്നത് വളരെ കുറവാണ്. അതാണ് എംഫൈസീമ. അതുപോലെ ലങ് റിസെക്ഷൻ, ചിലപ്പോൾ ലങ്സിൻ്റെ ഒരു പോർഷൻ ഓപ്പറേഷൻ ചെയ്ത് കളയുന്നു, ലോബെക്ടമിയോ അല്ലെങ്കിൽ ലങ് എടുത്ത് കളയുന്നു, ഒരു വശത്തെ ലങ്സ് എടുത്ത്, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ TB പോലെയുള്ള ക്രോണിക് അസുഖം വന്ന് ഫൈബ്രോസ് വരിക. പിന്നെ ത്രോംബോ എംബോളിസം എന്ന് വെച്ചാൽ ലങ്സിനകത്ത് രക്തം കട്ടിപിടിക്കുന്ന കണ്ടീഷൻസ്, ഇങ്ങനെയൊക്കെ ഉള്ളതും ഇത് പ്രഷർ കൂടാൻ കാരണമാകും. 3ാമത്തത്, വേറെ ഒരു സാധനം വന്ന് കംപ്രസ് ചെയ്യുക. അതായത് പുറമേ ഉള്ള കംപ്രഷൻ കൊണ്ട് രക്തക്കൊടികളെ കംപ്രസ് ചെയ്യുക. ഉദാഹരണം, അല്ലെങ്കിൽ ട്യൂമർ അല്ലെങ്കിൽ ലിംഫിനോട് വലുതാവുക. മീഡിയാസ്റ്റിയൽ ലിംഫിനോടൊക്കെ ആ ലിംഫിനോട് വലുതായി അത് ആർട്ടറിയെ പ്രസ് ചെയ്താൽ പ്രഷർ കൂടാം. പിന്നീട് ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട്, അതായത് നമുക്ക് പറയാം VSD പോലെയുള്ള കണ്ടീഷനിൽ ഐസൻമെൻഗേഴ്സ് കോംപ്രഷൻ എന്നല്ല പറയുന്നത്. അതായത് റൈറ്റ് വെൻട്രിക്കിളിലെ പ്രഷർ കൂടുമ്പം ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ് നോർമലായിട്ട് പ്രഷർ കൂടുന്നത്, ലെഫ്റ്റ് വെൻട്രിക്കിളിനേക്കാൾ കൂടുതൽ റൈറ്റ് വെൻട്രിക്കിളിൽ പ്രഷർ പോകുമ്പം ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് വരും. അപ്പം കൂടുതൽ ബ്ലഡ് ഈ ലങ്സിലോട്ട് പോകാൻ ശ്രമിക്കും. അപ്പം സാധാരണ ഉള്ള വോളിയം ഈ വെസൽസിൻ്റെ വോളിയം പോരാതെ വരും, അങ്ങനെ പ്രഷർ വരാം. പിന്നെ പ്രൈമറി പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്നൊരു കണ്ടീഷനുണ്ട്. അതായത് അതിന് വേറെ മറ്റ് കാരണങ്ങളൊന്നുമില്ലതാണ്. ഇത്രയൊക്കെയാണ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള കാരണം. അപ്പം പൾമണറി ഹൈപ്പർ ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് ഈ റൈറ്റ് വെൻട്രിക്കിൾ, അതായത് ഹൃദയത്തിൻ്റെ വലതുവശത്തെ താഴത്തെ അറ വികസിക്കുകയും വലുതാവുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഫെയിലിയർ ആകുന്നത്. ഇനി അതിൻ്റെ രോഗലക്ഷണങ്ങളെ പറ്റി നമുക്ക് ചെറുതായിട്ടൊന്ന് പരാമർശിക്കാം. സാധാരണഗതിയിൽ ഈ സിംറ്റംസ് നമുക്ക് ഈ കോർപ്പൾമണലിൻ്റെ സിംറ്റംസിനേക്കാൾ കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖമാണ്. കാരണം പേഷ്യൻറ്റിന് ആൾറെഡി ആസ്മ കാണാം, എംഫൈസീമ കാണാം, അല്ലെങ്കിൽ COPD എന്ന് വെച്ചാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അത് ഞാൻ ഇട്ടിട്ടുള്ളതാണ്, വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കേട്ടിട്ടില്ലാത്തവരത് കേട്ട് നോക്കണം. അപ്പം അതിൻ്റെയൊക്കെ ലക്ഷണങ്ങളാണ് കാണുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ പേഷ്യൻ്റെ കാലിലൊക്കെ നീര് കാണും, ശരീരത്തിൽ നീര് കാണും, നെഞ്ചിനകത്ത് വേദന കാണും, ശ്വാസം മുട്ട് കാണും. അതാണ് ഏറ്റവും പ്രശ്നം. ശ്വാസം മുട്ട് അല്ലെങ്കിലും കൊണ്ട് ഈ ലങ്സിൻ്റെ പ്രോബ്ലം കൊണ്ട്, ശ്വാസകോശ സംബന്ധമായ അസുഖം കൊണ്ടുള്ള ശ്വാസം മുട്ട് കൂടാതെ എക്സർസൈസ് ഡിസീസ്, നടക്കുകയോ ഓടുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായ ശ്വാസം മുട്ട്. പിന്നെ എക്സർസൈസ് ചെയ്യുമ്പോൾ സൈനോസിസ് വരും. സൈനോസിസ് വെച്ചാൽ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ, നീല കളറാവും. പിന്നെ പകൽ സമയത്ത് കിടന്ന് ഉറങ്ങും പേഷ്യൻ്റ്. പിന്നെ സ്ലീപ്പ് അപ്നിയ വരും. ഉറക്കത്തിൽ രാത്രി ഉറങ്ങുമ്പോൾ സ്ലീപ്പിൽ ശ്വാസം അങ്ങ് നിന്നു, അതാണ് സ്ലീപ്പ് അപ്നിയ. പിന്നെ ചുമ കാണും. ഹൈപ്പോ വെൻറ്റിലേഷൻ, അതായത് വെൻറ്റിലേഷൻ കുറവായിരിക്കും, നമ്മൾ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കിയാൽ കുറവായിരിക്കും. പിന്നെ ഡേ ടൈമിൽ പേഷ്യൻ്റ് കിടന്ന് ഉറങ്ങും. പിന്നെ ഹൈപ്പർ ടെൻഷൻ കാണും, അല്ലാത്ത ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ കൂടും, തലവേദന കാണും, സൈനോസിസ് കാണും. നമ്മൾ കൈയൊക്കെ നോക്കിയാൽ വളരെ വാമായിരിക്കും. കാരണം ഹൈപ്പർ ഡൈനാമിക് സർക്കുലേഷൻ ആയിരിക്കും. സർക്കുലേഷനിൽ വാസോ ഡയലറ്റേഷൻ വരും, ബ്ലഡ് കൂടുതലായിട്ട് കാണും.
അതാണ് വാസോ ഡയലറ്റേഷൻ. ഇനി അടുത്തത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഹാർട്ടിൻ്റെ സൈസ് വലുതാണെന്ന് മനസ്സിലാവും. നമ്മൾ ആസ്കൾട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ പർക്കസ് ചെയ്ത് നോക്കും, നമ്മൾ കൊട്ടി നോക്കുമല്ലോ ഹാർട്ടിൻ്റെ ബോർഡേഴ്സ് നോക്കുമ്പം കാർഡിയാക്ക് എൻലാർജ്മെൻറ്റ് കാണും. അത് കഴിഞ്ഞിട്ട് ഈ നെക്ക് വെയിൻസ് ഉണ്ട്, കഴുത്തിലെ ഞരമ്പുകളൊക്കെ രക്തക്കൊഴലുകൾ പിടച്ചിരിക്കും. പിന്നെ വയറ് പരിശോധിച്ച് നോക്കാൻ ലിവർ വലുതായിരിക്കും, കാലിലൊക്കെ നീര് കാണും. പിന്നീട് നമ്മൾ ആസ്കൾട്ടേറ്റ് നോക്കുക, സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിച്ച് നോക്കുമ്പം ഈ S1 S2 രണ്ട് ഹാർട്ട് സൗണ്ട് മെയിനായിട്ട് കേൾക്കും, S1ഉം S2ഉം. ആ S2വിൽ തന്നെ പൾമണറി കമ്പോണൻറ്റ്, അതായത് S2വിന് രണ്ട് പാലം അടയുന്നതുകൊണ്ടാണല്ലോ S2 ഉണ്ടാകുന്നത്. അതായത് പൾമണറി ആർട്ടറിയിലോട്ട് ബ്ലഡ് പോകുമ്പോഴും അയോർട്ടയിലോട്ട് ബ്ലഡ് പോകുമ്പോഴുമാണ് സെക്കൻഡ് സൗണ്ട് ഉണ്ടാകുന്നത്. ആ സെക്കൻഡ് സൗണ്ട് തന്നെ രണ്ടായിട്ട് കേൾക്കും. അതിൻ്റെ P2 കമ്പോണൻറ്റ് പ്രത്യേകം ലൗഡായിരിക്കും. പിന്നീട് റൈറ്റ് പാരാസ്റ്റെർണൽ ഹീവ് കാണും, അതായത് നമ്മൾ ഈ സ്റ്റെർണത്തിൻ്റെ വലതുവശത്ത് ഞാൻ വെച്ച് നോക്കിയാൽ അവിടെ ഒരു ശബ്ദം പോലെ കേൾക്കും, അതാണ് റൈറ്റ് പാരാസ്. പിന്നെ ഇജക്ഷൻ, പൾമണറി ഇജക്ഷൻ ക്ലിക്ക്, അതായത് സെക്കൻഡ് സ്പേസിൽ മുകളിൽ പൾമണറി ഏരിയയിൽ റൈറ്റ് സൈഡിൽ പിന്നീട് ഇജക്ഷൻ ക്ലിക്ക് കാണും. പിന്നെ S3 സൗണ്ട് കേൾക്കും, ഹാർട്ട് സൗണ്ട് 1, 2, പിന്നെ മൂന്നാമത്തതും കേൾക്കും. അപ്പോൾ പിന്നെ ഡയസ്റ്റോളിക് മർമർ കാണും, സിസ്റ്റോളിക് മർമർ കാണും. ഇതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഡോക്ടർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്, അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ കിടക്കുന്നില്ല. നമുക്കിത് പരിശോധിച്ച് നോക്കുക, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക, ലാബറട്ടറി ഇൻവെസ്റ്റിഗേഷൻ. ഏറ്റവും മുമ്പ് ഹീമോഗ്ലോബിൻ നോക്കുമ്പം ഈ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ, അതായത് കോർപ്പറൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുതലായിരിക്കും, 15, 16, 17 കാണും. എക്സ്റേ ടെസ്റ്റ് നോക്കിയാൽ പിന്നീട് കാർഡിയാക്ക് എൻലാർജ്മെൻറ്റ്, എക്സ്റേയിൽ നമുക്ക് ഹാർട്ട് വലുതായിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ റൈറ്റ് വെൻട്രിക്കുലർ എൻലാർജ്മെൻറ്റ് പ്രത്യേകം അറിയാൻ പറ്റും. അതുപോലെ പൾമണറി ആർട്ടറിയും എൻലാർജ് ചെയ്തിരിക്കും, 16 മില്ലിമീറ്ററിൽ കൂടുതൽ സൈസ് കാണും. പിന്നീട് ECG എടുത്ത് നോക്കാം, എക്സ്റേ കണ്ടാൽ തന്നെ അറിയാം ഹാർട്ട് എൻലാർജ്മെൻറ്റ്, റൈറ്റ് വെൻട്രിക്കുലർ എൻലാർജ്മെൻറ്റ് ഉണ്ടെന്ന്, വലിപ്പം കൂടിയെന്ന് പറയും. ECGയിലും നമുക്ക് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, അതായത് റൈറ്റ് സൈഡിൽ ഹാർട്ട് റൈറ്റ് സൈഡിൽ വലുതായെന്നുള്ളതിൻ്റെ തെളിവുണ്ട്. അതിന് ടെക്കിക്കാർഡിയ കാണും. ടെക്കിക്കാർഡിയ എന്ന് വെച്ചാൽ ഹാർട്ട് റേറ്റ് വളരെ കൂടുതലായിരിക്കും, 100 കൂടുതൽ കാണും. പിന്നെ റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ, അത് ECGയിലുള്ള ഒരു ലാംഗ്വേജാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എപ്പോഴെങ്കിലും ECG ഇടുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ പി പൾമണയിൽ എന്ന് പറഞ്ഞ ECGയിൽ ഒരു ചേഞ്ച് ഉണ്ട്, അതുണ്ട്. പിന്നെ R വേവ് ടോളായിരിക്കും V1. പിന്നെ ഡീപ്പ് S വേവ് ഇൻ V6. അതൊക്കെ ECG നോക്കി മനസ്സിലാക്കാം ഡോക്ടർക്ക്. പക്ഷേ അതൊന്നും അത്ര കൃത്യമായിട്ട് നമുക്കിത് കണ്ടുകൊണ്ട് ഇത് കോർപ്പറലാണെന്ന് പറയണമെങ്കിൽ എക്കോ ചെയ്ത് നോക്കണം. എക്കോ ചെയ്യുമ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ ഡയലേറ്റഡ് ആയിട്ടും വലുതായിട്ടും കാണാം. അപ്പോൾ വെൻട്രിക്കിളും ഡയലേറ്റും അതുപോലെ പൾമണറി ആർട്ടറി, റൈറ്റ് ഏട്രിയം, ഇതെല്ലാം ഡയലേറ്റഡ് ആയിട്ട് നമുക്ക് എക്കോയിൽ കാണാം. മാത്രമല്ല പൾമണറി ഡോപ്ലർ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയാൽ പൾമണറി ആർട്ടറിയുടെ പ്രഷർ നമുക്ക് അളക്കാം. ഞാൻ നേരത്തെ ഒരു 10 to 20 മില്ലിമീറ്റേഴ്സ് നോക്കുകയാണ്. പിന്നെ ലങ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതെല്ലാം അബ്നോർമലാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ക്ലിനിക്കൽ ഫൈൻഡിങ്സ്. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളത് ലങ് ഡിസീസാണ്. കാരണം ഈ ലങ് ഡിസീസ് ഉള്ളത് കൊണ്ടാണ് ഈ വന്നത്, പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ വന്നത്. അതുകൊണ്ട് ലങ് ഡിസീസ് ട്രീറ്റ് ചെയ്യണം. പിന്നെ അതായത് ബ്രോങ്കിയൽ ആസ്മ ആണെങ്കിൽ അതിന് ചികിത്സിക്കുക, COPD ആണെങ്കിൽ അതിന് ചികിത്സിക്കുക, ഓക്സിജൻ കൊടുക്കുക, പിന്നെ നെബുലൈസേഷൻ കൊടുക്കുക, ബ്രോങ്കോ ഡയലേറ്റേഴ്സ്, അതായത് ഡെറിഫിലിൻ പോലത്തെ ഗുളിക അല്ലെങ്കിൽ സാൽബ്യൂട്ട പോലത്തെ ഗുളിക കൊടുക്കുക. പിന്നെ മെയിനായിട്ട് ചെയ്യാനുള്ളത് പൾമണറി ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് മരുന്നുകളുണ്ട്. അതിൽ ഏറ്റവും ചെയ്യാനുള്ളത് റിലീസ് ഓഫ് അനോക്സിയ ഉണ്ടെങ്കിൽ വളരെ ചെയ്യപ്പെട്ട അനോക്സിയ കുറയ്ക്കാൻ വേണ്ടി ഓക്സിജനാണ് കൊടുക്കാം, ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ. പിന്നെ ഇതിൻ്റെ മരുന്നിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുക. ലങ് COPD ഉള്ള പേഷ്യൻ്റാണെങ്കിൽ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് കൊടുക്കാം. പിന്നെ മിക്കവാറും പേഷ്യൻ്റ് ഇൻഫെക്ഷൻ കാണും, ചുമയൊക്കെ ഉള്ളപ്പം ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക. പിന്നെ ഇൻഫ്ലമേഷൻ കാണും, അതിന് സ്റ്റീറോയിഡ്സ് കൊടുക്കും. പിന്നെ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസിൻ്റെ കണ്ടീഷൻ, അതിനും സ്റ്റീറോയിഡ് ഇഫക്റ്റീവാണ്. പിന്നെ പൾമണറി വാസോ ഡയലേറ്റേഴ്സ് എന്ന് കുറേ മരുന്നുണ്ട്. ഉദാഹരണം പ്രോസ്റ്റാസൈക്ലിൻസ്, നൈട്രിക് ഓക്സൈഡ്, ഇതൊക്കെ കൊടുത്താൽ ഇത് പൾമണറി വാസോ ഡയലേറ്ററാണ്. വാസോ ഡയലേറ്റർ എന്ന് വെച്ചാൽ പൾമണറി വെസൽസ് കുറച്ചുകൂടെ വലുതാകും, അപ്പം ആ പ്രഷർ കുറയും. പിന്നെ എപ്പോപ്രോസ്റ്റോൾ എന്നും പറഞ്ഞൊരു സാധനമുണ്ട്, എപ്പോപ്രോസ്റ്റാൽ, അതാണ് ഈ പ്രോസ്റ്റാസൈക്കിൾ എന്ന് പറയുന്നത്. അത് IV ആയിട്ടാണ് കൊടുക്കുന്നത്, ഇൻഫ്യൂഷനാണ് കൊണ്ട് കൊടുക്കുന്നത്. 2.4 നാനോഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് പെർ മിനിറ്റ് വെച്ച് ഇൻഫ്യൂഷൻ എന്ന് വെച്ചാൽ ട്രിപ്പ് പോലെ കൊടുക്കണമെന്ന് അർത്ഥം. അത് USA ഡ്രഗ് അപ്രൂവ്ഡാണ്, വേഗം വാങ്ങിക്കാൻ ഗ്ലാക്സോ ഉണ്ടാകുന്നത്. പിന്നെ വേറൊരു ഗ്രൂപ്പ് ഓഫ് മരുന്നുണ്ട്, എൻഡോത്തീലിയം റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്, ഉദാഹരണം ബോസെൻറ്റാൻ, അത് സിവിയർ പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ കൊടുക്കാം.
പിന്നെ ഈ ത്രോംബോസൊക്കെ വരാൻ സാധ്യതകളുണ്ട്. നമ്മൾ ആൻറ്റികോയാഗുലൻ്റ് കൂടെ കൊടുക്കണം, വാർഫാറിൻ പോലത്തെ മരുന്ന് കൊടുക്കണം. പിന്നെ പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്ന നമ്മൾ BP-ക്ക് തന്നെ കൊടുക്കുന്ന കാൽഷ്യം ചാനൽ ബ്ലോക്കർ, നിഫ്ഡപ്പിൻ എന്നൊക്കെ പറയുന്ന മരുന്ന് കൊടുക്കുക. നിഫ്ഡപ്പിൻ 10 മില്ലിഗ്രാം കാലത്ത് വൈകുന്നേരം കൊടുത്താൽ ഈ പ്രഷർ കുറയും പോലെ തന്നെ പൾമണറി പ്രഷർ കുറയും. ഇത്രയാണ് പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർ ടെൻഷൻ കുറയാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ലങ്ങിൻ്റെ പ്രശ്നം, ലങ്ങിന് ഡിസീസ് ഉണ്ടായിരിക്കുമല്ലോ, അതൊന്ന് ചികിത്സിക്കുക. രണ്ടാമത് പൾമണറി ഹൈപ്പർ ടെൻഷൻ കുറയാനുള്ള മരുന്നുകൾ കൊടുക്കുക. മൂന്നാമതാണ് ഹാർട്ട് ഫെയിലുവറിനുള്ള മരുന്ന് കൊടുക്കാനുള്ളത്. ഹാർട്ട് ഫെയിലുവറിന് നമ്മൾ സാധാരണ പണ്ട് തൊട്ടേ കൊടുക്കുന്ന ഡിജിറ്റാലിസാണ്, ഡിഗോക്സിൻ. പിന്നെ ഡയൂററ്റിക്സ് കൊടുക്കുക. ഡയൂററ്റിക്സ് വെച്ചാൽ നീരിനുള്ള മരുന്ന്. നീരുള്ള പേഷ്യൻ്റെല്ലാം നമ്മൾ ഡയൂററ്റിക്സ് കൊടുക്കുമ്പോൾ കൂടുതൽ യൂറിൻ പോകും, അപ്പം ഈ നീര് കുറയും. പിന്നെ ഫ്ലിബോട്ടമി ചെയ്യാം, അതായത് കുറച്ച് ബ്ലഡ് ആക്കി കൊടുക്കാം പേഷ്യൻറ്റിന്. ഫ്ലിബോട്ടമി അല്ലെങ്കിൽ ബ്ലഡ് ചുമ്മാ എടുത്ത് കളയാം. ഹീമറ്റോക്രിറ്റ് നോക്കണം, 45 നോർമൽ, അത് 55 കൂടുതലാണെങ്കിൽ, ഹീമറ്റോക്രിറ്റ് വാല്യൂ 55 കൂടുതലാണെങ്കിൽ പിന്നീട് കുറച്ച് ബ്ലഡ് എടുത്ത് കളയണം. അതല്ലെങ്കിൽ പേഷ്യൻറ്റിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോലെ കൊടുക്കാം, മറ്റൊരു ആളുകൾക്ക് കൊടുക്കാം. ഇതാണ് മെഡിക്കൽ പരമായ ട്രീറ്റ്മെൻറ്റ്. ഇനി സർജറിയുണ്ട്. സർജറി എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് പൾമണറി എംബോളക്ടമി. കാര്യം ഈ പൾമണറി വെസൽസ് നോക്കിയിട്ട് നമ്മൾ പ്രോഗോസ്കോപ്പിയൊക്കെ ചെയ്തിട്ട് പൾമണറി എംബോളിസം കാണും. അങ്ങനെയാണെങ്കിൽ ആ എംബോളസ് എന്ന് വെച്ചാൽ ഇത് വന്നിരിക്കുന്ന തടസ്സം ഉണ്ടാക്കുന്ന സാധനം ഓപ്പറേഷൻ ചെയ്തെടുത്ത് കഴിയുക. പിന്നെ അതിൻ്റെ പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പ്ലാന്റേഷനാണ്. ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് വെച്ചാൽ സിംഗിൾ ലങ് ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്, ഡബിൾ ലങ് ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്, ഹാർട്ട് ലങ് ട്രാൻസ്പ്ലാന്റേഷൻ. അത് ആ പേഷ്യൻ്റെ ഡോണർ എന്തൊക്കെയാണോ കിട്ടുന്നതനുസരിച്ച് ഒരു ലങ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, 2 ലങ്ങും കൂടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, ഹാർട്ടും ലങ്ങും കൂടെ ട്രാൻസ്പ്ലാന്റ്. ഇതെല്ലാം കേരളത്തിലുള്ള വലിയ ആശുപത്രികളിൽ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ കോർപ്പൽ പണയിൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലറാണ്. ഹാർട്ടിന് 4 ചേമ്പറുണ്ട്. അതിൻ്റെ റൈറ്റ് വെൻട്രിക്കിളിൽ വരുന്ന ഹാർട്ട് ഫെയിലറാണ്. അതിന് എൻലാർജ്മെൻറ്റ്, വലിപ്പം കൂടുതൽ കാണും, പിന്നീട് അത് ഡയലേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണം മറ്റ് കാരണമല്ല, ലങ്സുമായി ബന്ധപ്പെട്ട കാരണമാണ്. കാര്യം പൾമണറി ആർട്ടറിയിൽ നിന്ന് ആണ് ബ്ലഡ് ലങ്സിലോട്ട് പോണത്, ഈ ഓക്സിജൻ എക്സ്ചേഞ്ചിന് വേണ്ടി, പ്യൂരിഫിക്കേഷന് വേണ്ടി. അതായത് അശുദ്ധരക്തം റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലോട്ട് പോകുന്നത് ശുദ്ധരക്തം ആക്കാൻ വേണ്ടിയാണ്. ആ പോകുന്ന വഴിയിൽ പൾമണറി ആർട്ടറിയിൽ ഹൈപ്പർ ടെൻഷൻ, പ്രഷർ കൂടുകയും റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യുമ്പം റൈറ്റ് വെൻട്രിക്കിളിൽ കൂടുതലായിട്ട് ഓവർ വർക്ക് ചെയ്യേണ്ടി വരികയും അവസാനം ഫെയിലിയർ ആവുകയും എൻലാർജ്മെൻറ്റ് വരികയും ചെയ്യും. ഇതാണ് കോർപ്പൽ പണൽ. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു കാർഡിയോളജിസ്റ്റ് അല്ല, എൻ്റെ പഴയ ഒരു അറിവ് വെച്ചാണ് ഞാൻ ഇത്രയൊക്കെ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ കാര്യം നിങ്ങളിലോട്ട് ഇമ്പാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.